നമ്മളൊക്കെയും ഫുട്ബോൾ ലോകകപ്പ് കണ്ടു തുടങ്ങിയത് ഏത് വർഷം തൊട്ടാവാം? 2002 ആണോ, അല്ലെങ്കിൽ 2006, അതോ 2010 ആണോ, അല്ലെങ്കിൽ 2014, അതല്ലെങ്കിൽ 94 ആണോ, ഓർ 1998 ആണോ? ഞാൻ ഫുട്ബോൾ ലോകകപ്പ് കാണാൻ തുടങ്ങിയത് എൻ്റെ ഓർമ്മയിലുള്ളത് 98 ലോകകപ്പാണ്. അതിനുശേഷം പിന്നെ കൃത്യമായി ഓർമ്മയുള്ളത് റൊണാൾഡീഞ്ഞോയുടെ കരിയിലെ കിക്കൊക്കെ പിറന്ന 2002 ലോകകപ്പാണ്. ബ്രസീലും റൊണാൾഡോയും ഒലിവർ കാനും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ലോകകപ്പ്, ബ്രസീൽ തങ്ങളുടെ പേരിലേക്ക് എഴുതിയ ലോകകപ്പ്. അതിനുശേഷം മുതൽ എല്ലാ ലോകകപ്പും, ഫുട്ബോൾ ലോകകപ്പും, ആ ലോകകപ്പിലെ മുഹൂർത്തങ്ങളൊക്കെയും നമ്മുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഇക്കണ്ട കാലം മുതൽ നമ്മൾ കണ്ട ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗോളിനെ കുറിച്ച് ഇക്കുറി പറയാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ കണ്ട ലോകകപ്പ് ഗോളുകളിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്ന് അതായിരിക്കും. Can you name a better header than this diving finish from Robin van Persie for the Netherlands? One of the tournament's most iconic goals, Robin van Persie's flying Dutchman goal against Spain in the 2014 വേൾഡ് കപ്പ്. ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നത് പോലെയായിരുന്നു അന്ന് റോബിൻ വാൻ പെർസി ആ ഗോൾ നേടിക്കൊണ്ട് മൈതാനത്തേക്ക് വന്ന് പതിച്ചത്. ലോക ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച ഗോളുകളിൽ ഒന്നാണ് വാൻ പെർസി 2014 ലോകകപ്പിൽ സ്പെയിനെതിരെ നേടിയതെന്ന് നിസ്സംശയം പറയാം. നമ്മൾ ലൈവായി കണ്ട, അല്ലെങ്കിൽ ഫുട്ബോൾ ലോകകപ്പ് കണ്ട ഓർമ്മകളിലെ ഏറ്റവും മികച്ച ഗോൾ. മൈതാനത്തിന്റെ മൂലയിൽ നിന്നും നീട്ടി നൽകിയ മനോഹരമായ പാസ്, വായുവിൽ നിന്നും ഉയർന്നു ചാടിക്കൊണ്ട് റോബിൻ വാൻ പെർസി ഈ ഒരു ഗോൾ നേടിയപ്പോൾ ഫുട്ബോൾ ലോകം ഒന്നാകെ അമ്പരന്ന് പോയിരുന്നു ആ സമയത്ത്. ആ ഒരു റോബിൻ വാൻ പെർസി ഗോൾ ഫുട്ബോൾ പ്രേമികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. ഇപ്പോഴും ആ ഒരു ഗോൾ കൺമുന്നിൽ ഇങ്ങനെ നമ്മുടെ ഓർമ്മകളിലേക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ അത് നിറഞ്ഞു നിൽക്കുമെന്നുറപ്പാണ്. 2014 ജൂൺ 14 അന്ന്. ആ സമയത്ത് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്കായിരുന്നു ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന വാക്ക്. അന്നായിരുന്നു ഡച്ച് സൂപ്പർ താരമായ റോബിൻ വാൻ പെർസി ലോക ചാമ്പ്യന്മാരായ സ്പെയിനെതിരെ ആ ഒരു പറക്കും ഗോൾ നേടിയത്. അരീന ഫോണ്ടനോവയിലെ സ്റ്റാൻഡുകളിൽ നിന്നും അന്നത് കണ്ട് വിസ്മയിച്ചവർ 50,000-ലധികം പേരാണ്. 8 ദശലക്ഷം ആളുകൾ ടെലിവിഷനിൽ ആ വിസ്മയ ഗോൾ അന്ന് കണ്ട് അത്ഭുത പരതന്ത്രരായിട്ടുണ്ട്. ആ ഗോൾ പിറന്നത് ഇങ്ങനെയാണ്. 2010 ലോകകപ്പിൻ്റെ, അതായത് അതിന് 4 വർഷം മുമ്പുള്ള ലോകകപ്പ് ഫൈനലിൻ്റെ ആവർത്തനം എന്ന പോലെ ഗ്രൂപ്പ് ബിയിൽ സ്പെയിനും നെതർലാൻഡ്സും സാൽവഡോറിൽ ഏറ്റുമുട്ടുന്നു. 2008, 2012 യൂറോ കപ്പുകൾ, 2010 ലോകകപ്പ് ഇവയൊക്കെ നേടിക്കൊണ്ട് സ്പെയിൻ ആ സമയത്ത് സ്വപ്നതുല്യമായ ഒരു കുതിപ്പ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ടിക്കിടാക്ക എന്ന ചെറു പാസുകളിലൂടെയുള്ള ഗെയിം ബിൽഡ് ചെയ്യുകയും എതിരാളികളെ പലപ്പോഴും കാഴ്ചക്കാരാക്കുകയും ചെയ്ത ഒരു കേളി ശൈലി അവർ ആ സമയത്ത് തന്നെ രൂപപ്പെടുത്തിയിരുന്നു. ലോക 1-ാം നമ്പർ ടീം എന്ന ഖ്യാതിയോടെയാണ് അവർ ആ ലോകകപ്പിലേക്ക് എത്തിയത്. 4-3-3 എന്ന ഫോർമേഷനിൽ അന്ന് സ്പെയിനും 5-3-2 എന്ന ഫോർമേഷനിൽ വാൻഗാളിൻ്റെ ഹോളണ്ടും മത്സരം ആരംഭിക്കുന്നു. 27-ാം മിനിറ്റിൽ സ്ട്രൈക്കർ കോസ്റ്റയെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചുകൊണ്ട് സാവി അലോൺസോ സ്പെയിനെ അന്ന് മുന്നിലെത്തിക്കുന്നു. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച സ്പെയിൻ മത്സരത്തിൽ പിടിമുറുക്കുന്നു. സ്പെയിനിൻ്റെ ടിക്കിടാക്കയെ പ്രതിരോധിക്കാൻ ഹോളണ്ട് സ്വീകരിച്ച മറുതന്ത്രം അന്ന് കടുത്ത മാൻ മാർക്കിങ്ങും ഒപ്പം വിങ് ബാക്കുകളിലൂടെ പന്തിനെ വേഗം മുന്നേറ്റ നിരയിൽ എത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. വാൻ പെർസി, റോബൻ എന്നിവരുടെ വേഗതയെ ആശ്രയിക്കുക എന്നതായിരുന്നു. മത്സരത്തിൻ്റെ 44-ാമത്തെ മിനിറ്റ്. അതെ, ആ സമയത്താണ് ആ ലോകകപ്പിലെ തന്നെ ഏറ്റവും സുന്ദരമായ ആ ഗോൾ എത്തിയത്. ഹാഫ് ലൈനിൽ നിന്നും ഹോളണ്ട് വിങ് ബാക്ക് ഡെയ്ലി ബ്ലിൻഡ് ഗോൾമുഖത്തേക്ക് പന്ത് ലോബ് ക്രോസ് ചെയ്യുന്നു. പന്ത് സ്വീകരിക്കാൻ ഓടിയെത്തുന്ന സ്ട്രൈക്കർ റോബിൻ വാൻ പെർസി സ്പാനിഷ് കീപ്പർ ഐക്കർ കസിയസ് തൻ്റെ ലൈനിൽ നിന്നും മുൻപോട്ട് കയറി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി പന്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ഒരു ഡൈവിംഗ് ഹെഡർ കൊണ്ട് പന്തിനെ കസിയസിന് മുകളിലൂടെ വലയിൽ എത്തിക്കുന്നു. 40 വാര അകലെ നിന്നും ലഭിച്ച ഒരു ക്രോസിനെ ഏറ്റവും മനോഹരമായ ഒരു ഗോൾ ആക്കി റോബിൻ വാൻ പെർസി അന്ന് മാറ്റുകയായിരുന്നു. സെർജിയോ റാമോസിൻ്റെ മാർക്കിങ്ങിൽ നിന്നും മുൻപോട്ട് കുതിച്ച വാൻ പെർസി പന്തിനെ ചെസ്റ്റിലോ അല്ലെങ്കിൽ കാലുകൊണ്ടോ നിയന്ത്രിക്കും എന്ന് തന്നെയായിരുന്നു അന്ന് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ആ ഒരൊറ്റ നിമിഷം വാൻ പെർസി എടുത്ത തീരുമാനം തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഗോളാക്കി മാറ്റുന്നു. സ്പാനിഷ് ഡിഫൻഡർമാരെയും കീപ്പർ കസിയസിനെയും നോക്കുകുതികളാക്കി നിർത്തിയ മനോഹരമായ കാഴ്ചയായിരുന്നു അത്. അതിനും 16 വർഷങ്ങൾക്ക് മുമ്പ് 98 ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരെ ഫ്രാങ്ക് ഡി ബോറിൻ്റെ ക്രോസിൽ നിന്നും ഡെന്നിസ് ബെർഗ്ഹാം നേടിയ ഗോളിനെ അനുസ്മരിപ്പിച്ച ഗോളായിരുന്നു അത്. ലോകകപ്പ് പോലൊരു വേദിയിൽ കടുത്ത സമ്മർദ്ദത്തിൽ കളിക്കുമ്പോൾ പന്തിന് നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അതിൻ്റെ വേഗവും ദിശയും ഒപ്പം എതിർ കീപ്പറുടെ സ്ഥാനവും മനസ്സിലാക്കിക്കൊണ്ട് വായുവിൽ പറന്ന് പന്തിനെ തലകൊണ്ട് കണക്ട് ചെയ്യുകയും ആ പന്ത് കസിയസിനെ നിസ്സായനാക്കി വലയിൽ പതിക്കുകയും ചെയ്യുക. സംതിങ് അൺബിലീവബിൾ. Can you name a better header than this diving finish from Robin van Persie for the Netherlands? അതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട സ്പെയിന് അന്ന് ഡച്ച് പട കശാപ്പ് ചെയ്യുകയായിരുന്നു 5-1 എന്ന നിലയിൽ.
ആഴ്സണലിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും ഡച്ച് ടീമിൻ്റെയും സ്ട്രൈക്കറായിരുന്ന വാൻ പെർസി ഒരു കാലത്ത് ഈ ടീമുകളുടെ ഭാഗമൊക്കെ ആയിട്ട് നിരവധി ഗോളുകളും ത്രസിപ്പിക്കുന്ന കളിമുഹൂർത്തങ്ങളും ഒക്കെ മെനഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഗോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. ഫെയർനൂദിലാണ് റോബിൻ വാൻ പെർസി കളി ആരംഭിച്ചത്. 2004 ആഴ്സൺ വെങ്ങർ അദ്ദേഹത്തെ ആഴ്സണലിൽ എത്തിക്കുന്നു. 2011-12 സീസണിൽ അദ്ദേഹം ആഴ്സണൽ ക്യാപ്റ്റനും 30 ഗോളുകൾ അടിച്ചുകൊണ്ട് ആ ലീഗിലെ ടോപ്പ് സ്കോററുമായിരുന്നു. അടുത്ത സീസണിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറുന്നു. 2011 ആഴ്സണലിനൊപ്പം ഒരു FA കപ്പ് മാത്രം നേടിയ താരം അലക്സ് ഫെർഗ്യൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അവസാന സീസണിൽ, അതായത് ഫെർഗ്യൂസന്റെ അവസാന സീസണിലാണ് യുണൈറ്റഡിലെത്തുന്നത്. 26 ഗോളുകളാണ് ആ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം നേടിയത്. ആ സമയത്ത് പ്രീമിയർ ലീഗിലെ നിർണായക മത്സരത്തിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ഹാട്രിക് നേടിക്കൊണ്ട് യുണൈറ്റഡിന്റെ ലീഗ് കിരീടം ഉറപ്പിച്ചതും ഇതേ റോബിൻ വാൻ പെർസി ആയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി 86 കളികളിൽ നിന്ന് 48 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. യുണൈറ്റഡിൽ നിന്നും തുർക്കി ക്ലബ്ബിൽ ചേർന്ന അദ്ദേഹം നാട്ടിലെ ക്ലബ്ബിലേക്ക് പിന്നീട് മടങ്ങിയെത്തുകയുണ്ടായി. നെതർലാൻഡ്സിന് വേണ്ടി 102 കളികൾ കളിച്ച അദ്ദേഹം 52 ഗോളുകൾ നേടിക്കൊണ്ട് അവരുടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച സ്ട്രൈക്കറായി ഇതിനകം തന്നെ ആ സമയത്ത് മാറിയിരുന്നു. 2010 ലോകകപ്പിൽ ഡച്ച് പടയെ ഫൈനലിൽ എത്തിക്കുന്നതിലും നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇടംകാലൻ ബുള്ളറ്റ് ഷോട്ടുകൾ കൊണ്ട് ആരാധക ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമായിരുന്നു റോബിൻ വാൻ പെർസി. 18 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിൽ മികച്ച ഫോം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ള വാൻ പെർസിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായത് 2019 ഇന്റർനാഷണൽ കരിയറിൽ കിരീടമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഹോളണ്ട് 2010 ലോക ഫൈനലിൽ എത്തിയതും 2014 മൂന്നാം സ്ഥാനം നേടിയപ്പോഴും ആ ടീമിനൊപ്പം വാൻ പെർസി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും നത്തിങ് ടോപ്സ് വാൻ പെർസിസ് ഫ്ലൈയിങ് ഹെഡർ ഫോർ ദ നെതർലാൻഡ്സ് ഇൻ വേൾഡ് കപ്സ്.